അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വളരെ വലിയ ആഘോഷമായി, ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി നടത്തേണ്ടതാണ്. അതുപോലെ അന്നത്തെ രാത്രിക്ക് ലൈലത്തുൽ ഖദറിനെക്കാണോ വലിയ പുണ്യമുണ്ട് എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണ്, അതിന്റെ വിശദീകരണമാണ് ഹദീസ്. ഈ ഖുർആനും ഹദീസും വിഷയം കൃത്യമായിട്ട് പഠിച്ച പണ്ഡിതന്മാരുടെ ഏകീകരിക്കപ്പെട്ട അഭിപ്രായം അത് മൂന്നാം പ്രമാണമാണ്. അതുപോലെ വ്യക്തമായ ഖിയാസ് നാലാം പ്രമാണവുമാണ്. ഈ നാല് പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഈ പ്രവാചകന്റെ ജന്മദിനം ലൈലത്തുൽ ഖദറിനെക്കാണ പുണ്യമുള്ള രാത്രിയാണ് അന്നത്തെ രാത്രി, അതുപോലെ വലിയൊരുനാളിനെക്കാണ വലിയ ആഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടതാണ് എന്ന് ഏതെങ്കിലും രേഖകളിലുണ്ടോ സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, നിങ്ങൾക്ക് നാം പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കി തന്നിരിക്കുന്നത് ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ഖുർആൻ നിങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് 6000-ൽ പരം ആയത്തുള്ള ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരായത്ത്, ഈ ആയത്ത് എന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ സഹാബാക്കൾക്ക് പ്രവാചകന്റെ അധ്യയനങ്ങളിൽ നിന്ന് അത് ബോധ്യമായിട്ടുമില്ല. മാത്രമല്ല, പിൽക്കാലക്കാരായ താബിഈകൾക്കും തബഉ താബിഈകൾക്കും അത് മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ ചിലര് പറയും, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫളല് കൊണ്ടും സന്തോഷിക്കൂ എന്ന് പറഞ്ഞാൽ അത് നബിന്റെ ജന്മദിനം ഈ പറഞ്ഞ രൂപത്തിൽ ആഘോഷിക്കാനാണ് എന്നാ ചിലര് പറയാറുള്ളത്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഇറങ്ങിയത് അള്ളാന്റെ റസൂലിനല്ലേ? അള്ളാന്റെ റസൂലിന് ഇറങ്ങിയ ഈ ആയത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ നബിക്ക് അത് ബോധ്യമാവൂലേ? ബോധ്യമായെങ്കിൽ റസൂലുള്ളാഹി തന്റെ ജന്മദിനത്തിന്റെ അന്ന് ഒരു കാരക്കെങ്കിലും എടുത്തു കൊടുത്ത ആളുകളോട് പറയില്ലേ, എന്റെ ജന്മദിനാഘോഷം നിങ്ങൾ എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും പുണ്യമാണെന്ന് റസൂലുള്ള പറയില്ലേ? അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം നബിക്ക് മനസ്സിലായില്ല, സഹാബാക്കൾക്ക് മനസ്സിലായില്ല, താബിഈകൾക്കും തബഉ താബിഈകൾക്കും മനസ്സിലായില്ല. ഹിജ്റ 300 കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ചില ആളുകൾ വന്ന് പറയാണ് ഈ ആയത്തിൽ പറയുന്നത് നബിന്റെ ജന്മദിനാഘോഷമാണ് എന്നുള്ളത്. എത്ര ഗുരുതരമായ പരിശുദ്ധമായ ഖുർആനിനെതിരെയുള്ള കടന്നാക്രമണമാണ് ഇത്തരം ഒരു ബിദഅത്ത് സ്ഥാപിക്കാൻ ആളുകൾ കാണിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആശയം എന്തോ അത് നമ്മുടെ കർമ്മപരമായും വിശ്വാസപരമായും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ തെറ്റുക എന്നുള്ളത് നമുക്ക് ഭാവിയിൽ പാരത്രിക ലോകത്ത് ഗുരുതരമായ ദുരന്തത്തിന് കാരണമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം നല്ല പാതയിൽ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.